നിതിൻ രാജിന്റെ മരണത്തിൽ വിശദീകരണവുമായി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ്. ജീവനൊടുക്കാൻ കാരണം ലോൺ ആപ്പ് ഭീഷണിയാണ്. ലോൺ എടുത്തത് സഹോദരി ഭർത്താവ് അശോകന് വേണ്ടിയെന്ന് നിതിൻ പറഞ്ഞു. അധ്യാപികയുടെ നമ്പർ റഫറൻസ് നമ്പറിൽ നിന്ന് മാറ്റാൻ ആവശ്യപ്പെട്ടു. നമ്പർ നൽകിയിട്ടില്ല എന്ന് നിതിൻ രാജ് ആവർത്തിച്ചു. ഇതോടെ അധ്യാപിക സൈബർ സെല്ലിൽ പരാതി നൽകാൻ തീരുമാനിച്ചു. നിതിൻ രാജ് ജീവനൊടുക്കിയത് ഇതിന് പിന്നാലെയാണ് എന്നും റിപ്പോർട്ടുണ്ട്. വിവരങ്ങളുമായി എബി ചേരുകയാണ്. എബി, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് വേറെ തലങ്ങളിലേക്കൊക്കെ എത്തുകയാണ്. ഈ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തത് അമ്മയുടെ സർജറിക്ക് വേണ്ടി എന്ന തരത്തിലായിരുന്നു ആദ്യം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ സഹോദരി ഭർത്താവിന് വേണ്ടി എടുത്ത ലോണാണ് എന്നാണ് മാനേജ്മെൻറ്റ് നൽകുന്ന വിശദീകരണം. ഒപ്പം മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഇന്നിപ്പോൾ മാനേജ്മെൻറ്റ് വിശദീകരിച്ച് പ്രതിരോധിക്കുന്നു? ഇത്തരത്തിൽ ഒരു നിലപാട് അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഒരു തരത്തിലും ജാതി അധിക്ഷേപത്തെ കുറിച്ചുള്ള ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ആ നിലയ്ക്ക് ഒരു തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്നതായിരുന്നു നേരത്തെ ഈ മാനേജ്മെന്റ് വ്യക്തമാക്കിയിരുന്നത്. അത് അവർ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ വിശദീകരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഈ ജീവനൊടുക്കാൻ കാരണം ലോൺ ആപ്പ് ഭീഷണിയാണ്. ലോൺ എടുത്തത് സഹോദരി ഭർത്താവിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിക്കുന്നു. അധ്യാപികയുടെ നമ്പർ റഫറൻസ് നമ്പറിൽ നിന്ന് മാറ്റാൻ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു ഇവർ. ആ നമ്പർ നൽകിയിട്ടില്ല എന്ന് തന്നെയായിരുന്നു നിതിൻ ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നത്. അക്കാര്യവും ഈ ഇവരുടെ വിശദീകരണത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതോടെ അധ്യാപിക ഈ സൈബർ സെല്ലിൽ പരാതി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. നിതിൻ ജീവൻ ഒടുക്കിയത് ഇതിന് പിന്നാലെയാണ് എന്നുള്ളതാണ് മാനേജ്മെന്റ് അവരുടെ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കോളേജിന് പുറത്തും ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ നിതിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതും കോളേജിൽ വലിയ രീതിയിലുള്ള ചർച്ചയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഇതിനെ സഹായിക്കുന്ന നിലപാട് തന്നെയാണ് കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ കൗൺസിലിംഗ് നൽകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് രക്ഷിതാക്കൾ ഇതിനെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തിരുന്നു. ഇക്കാര്യം കോളേജിലും പോലീസ് സ്റ്റേഷനിലും എഴുതി നൽകുകയും ചെയ്തിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഒപ്പം തന്നെ അധ്യാപികമാർ നിരന്തരമായി വിളിച്ചതിനെ തുടർന്നാണ് നിതിൻ തിരിച്ചു കോളേജിലേക്ക് വന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വിശദീകരണം അത് നേരത്തെ നടത്തിയിട്ടുള്ള വിശദീകരണത്തിന്റെ ഒരു പുണ്യാവർത്തനം തന്നെയാണ് ഈ നിതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട്. അവർ ആ ജാതി അധിക്ഷേപം എന്ന് പറയുന്ന ഗുരുതരമായിട്ടുള്ള ആ ഒരു തെറ്റിനെ അതിനെ ലഘൂകരിക്കുക, അതൊരു തരത്തിലും അഡ്രസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയ്ക്കുള്ള നിലപാട് അവർ ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നു. ഈ ഒരു ആശങ്ക കുടുംബവും മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പോലീസിന്റെ അന്വേഷണത്തിൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യം ആദ്യം പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇത്ര തിടുക്കപ്പെട്ട ആ ഒരു വിഷയത്തിലേക്ക് മാത്രം എത്തിയത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്ന നിലയുണ്ടായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ആ കുടുംബത്തിന്റെ ആശങ്കയെ സാധൂകരിക്കുന്ന നിലയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ വിശദീകരണക്കുറിപ്പും വന്നിരിക്കുന്നത്. ഇപ്പിനാണ് വിവരങ്ങളുമായി ചേർന്നത്. നിതിൻ രാജിന്റെ മരണത്തിൽ വിശദീകരണവുമായി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് രംഗത്തെത്തിയിരിക്കുകയാണ്. ജീവനൊടുക്കാൻ കാരണം ലോൺ ആപ്പിന്റെ ഭീഷണി തന്നെയാണ്. സഹോദരി ഭർത്താവ് അശോകന് വേണ്ടിയിട്ടാണ് നിതിൻ ആ ലോൺ എടുത്തത്. അധ്യാപികയുടെ നമ്പർ റഫറൻസ് നമ്പറിലുണ്ടായിരുന്നു. അത് മാറ്റാൻ ആവശ്യപ്പെട്ടു. പക്ഷേ നമ്പർ നൽകിയിട്ടില്ല എന്ന് നിതിൻ രാജ് ആവർത്തിച്ചുവെങ്കിലും അധ്യാപിക സൈബർ സെല്ലിൽ പരാതി നൽകാൻ തീരുമാനിച്ചതോടെയാണ് നിതിൻ രാജ് ജീവനൊടുക്കാനുള്ള തീരുമാനത്തിൽ എത്തിയതെന്നാണ് വിവരങ്ങൾ നൽകുന്ന സൂചന.